ഇന്നലെ നമ്മൾ പൈസയൊക്കെ പറ്റിയല്ലേ അധികം പറഞ്ഞുകൊണ്ടിരുന്നത്. വെൽത്ത്, കാശ്, പൈസ അല്ലേ, എങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. ദൈവമേ, എൻ്റെ ഫീഡ് മുഴുവനും പിന്നെ അങ്ങനെയുള്ള വീഡിയോസ്, ഈ ഫോണിൻ്റെ ആൽഗരിതം ഉണ്ടല്ലോ, അങ്ങനത്തെ വീഡിയോസ് തന്നെ എനിക്ക് അയക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് ഓർത്തത്. ശ്വേത മേനനില്ലേ, ശ്വേത മേനൻ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് ടു ഐ ആം ധന്യ വർമ്മ എന്ന് പറഞ്ഞ് ടോക്ക് ഹോസ്റ്റിൻ്റെ കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഇതാണ് ഞാൻ കണ്ടത്. ഞാൻ എൻ്റെ മോക്കൊന്നും എടുത്ത് വെക്കൂല. എൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ തേർഡ് പേഴ്സണാണ്, നിനക്ക് ഞാൻ ഒന്നും തരൂല, ഞാൻ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് പോകും, നിനക്ക് ഞാൻ എഡ്യൂക്കേഷൻ തരും, ദാറ്റ്സ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വീരവാദം മുഴുക്കാണ്. നോക്കൂ, ഞാൻ പറയട്ടെ, അവർ എത്ര പറഞ്ഞാലും അവരെ ഇട്ടിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അത് മുഴുവൻ ഇവരിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും കുട്ടികളുടെ മനസ്സിലേക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് വിടുകയാണ്. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർ ക്രിപ്പിൾഡായി പോകുന്നു. അതായത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രിപ്പിൾഡായി പോകുന്നു. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഞാൻ പറഞ്ഞോട്ടെ. പണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്രിപ്പിൾഡായിട്ടല്ല പോവുക, ആത്മവിശ്വാസമാണ് കൂടുക. നമ്മൾ ആ പണത്തിനെ നല്ലപോലെ വിനിയോഗിക്കണം എന്നാണ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അവർക്ക് ഒന്നുമില്ല എന്ന് പറയണത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ വയറിൻ്റെ അടിയിൽ ഫയർ ഇൻ ദ ബെല്ലി ഉണ്ടാകാനാണെന്ന്. മനസ്സിലായോ? അപ്പോൾ പണിയെടുക്കണം എന്നുള്ളത് തോന്നുമെന്ന്. അങ്ങനെയാണോ വേണ്ടത്? നിങ്ങൾ പറ. എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ ഇതിനകത്ത് പറയണേ. ഞാൻ പറയുന്നത്, നമുക്ക് അതുണ്ട് ഇതുണ്ട് നീ പഠിക്കേണ്ടെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. നിനക്കുള്ളതെല്ലാം അമ്മയുടെ കാലശേഷം എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതൊക്കെ ഇവിടെ കാണും. അമ്മ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കാണുമല്ലോ. അത് നിനക്ക് ഞാൻ ഒന്നും തരൂല, ഒരൊറ്റ സാധനം ഇവിടെ വെക്കൂല, ഞാനെല്ലാം അടിച്ചു പൊളിക്കുന്നവർ പറയുന്നു. ഇത് ഒരു ആക്ടർ പറയുമ്പോൾ നമ്മൾ ആരാണ് ഈ പറയുന്നത് എന്ന് നോക്കണം. മനസ്സിലായില്ലേ? ഒരു ആക്ടറൊക്കെ പോലെ ആയിട്ടുള്ള ഒരാൾക്കാർ പറയുമ്പോൾ നമ്മൾ പോലെ കുറേ സാധാരണക്കാർ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. അപ്പോൾ അവർ വിചാരിക്കും, ഓ ഇതാണോ, ഇങ്ങനെയായിരിക്കുമല്ലേ വേണ്ടത്. അപ്പോൾ അവരുടെ ആ മൈൻഡ് സെറ്റ്, ആ നരേറ്റീവ് ഈ സ്ത്രീ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്, ഈ ശ്വേത. അവരുടെ നരേറ്റീവിൽ അത് ശരിയായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് നമ്മളതൊരു നമുക്കത് ശരിയായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് എടുക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നൈല ഉഷ എന്ന് പറഞ്ഞിട്ട് ദുബായിലൊരു ഇതുണ്ട്, ടോക്ക് ഹോസ്റ്റ് ഉണ്ട്. നല്ല രസമാണ് അതിനെ കാണാനൊക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏത് സിനിമയാണ്, ജോജുവിൻ്റെ കൂടെ ഒരു സിനിമയിൽ മറിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ട്. വെരി നൈസ്. ജോജു, പിന്നെ ഈ പറഞ്ഞ നൈല ഉഷ, പിന്നെ ചെമ്പൻ വിനോദായിട്ട് ഒരു 3 പേരും കൂടി ആ സിനിമയിൽ ഈ നൈല ഉഷയുണ്ട്. അപ്പം നിങ്ങളതിൽ പോയി നോക്കൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഐ തിങ്ക് സുരേഷ് ഗോപിയുടെ ഏതൊരു സിനിമയിലുണ്ട്. സുരേഷ് ഗോപിയുടെ ഗരുഡനല്ല, വേറൊരെണ്ണമുണ്ട്. ഗരുഡൻ തന്നെയാണോ? അല്ല, ഗരുഡനിലല്ല. അപ്പം ഗരുഡനിൽ അഭിരാമിയാണ്. അപ്പം അങ്ങനെ അതിനകത്തൊക്കെ ഉണ്ട് കുറച്ച് സിനിമ. ഞങ്ങൾ പറഞ്ഞത് അറിയില്ലാത്തവർക്ക് ആ ലേഡീനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അവർ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല ഹൈലി ഫാഷനബിളും വെരി സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ഒരു 40s അപ്പോൾ ആ കുട്ടിക്കൊരു മകനാണെന്ന് എനിക്ക് തോന്നുന്നു. സിംഗിൾ പേരൻ്റാണ്. പറയുന്നുണ്ട്, ഞാൻ ഒരു പൈസ എടുത്ത് വെക്കൂല, ഞാനിങ്ങനെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. നോക്ക്, അത് അവരുടെ ഒരു വീക്ഷണമായിരിക്കും അവരാ പറയുന്നതേ. പക്ഷേ അത് കേൾക്കുന്നവരിൽ, സാധാരണക്കാരായിട്ടുള്ള കേൾക്കുന്നവരിൽ, ഇതുപോലെ സ്പെൻഡ് ചെയ്യാനും കൂടെ ഇഷ്ടമുള്ളവരും കൂടെ ആണെങ്കിൽ ശരിയാണല്ലോ, നമ്മൾ ഈ റൂട്ട് പിടിക്കാം. അപ്പോൾ കേൾക്കുന്ന കുറേ ആൾക്കാർ, ഞാനിവർക്ക് 10 പൈസ എടുത്ത് വെക്കാൻ പോകണില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നത്, അതെനിക്ക് എന്ത് പ്രസാദ ബുദ്ധിയായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ. ഞാൻ ഇങ്ങനെ കൈനീട്ടി വാങ്ങിച്ചത് കൊണ്ടും അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു. അത് വെച്ച് മാത്രം അങ്ങനെ കഴിയാൻ പറ്റും എന്നുള്ളതല്ല, അതൊരു കോൺഫിഡൻസ് തന്നു. ശരിയല്ലേ? നമുക്കൊരു കോൺഫിഡൻസ് തരില്ലേ നമ്മുടെ അച്ഛനും അമ്മയും എന്തെങ്കിലും ഒന്ന് തരുമ്പോൾ. അപ്പോൾ അത് ഞാൻ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ കുറച്ച് ഇൻസെക്യൂർ ആക്കൂലേ. അപ്പോൾ അവരെ നമുക്കൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വരുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 2 തരത്തിൽ ഇത് ബാധിക്കാം. ഒന്ന്, അവർക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ള പോസിറ്റീവ് നോട്ടിൽ വന്നേക്കാം. പക്ഷേ ഇത്രയും ഉണ്ടല്ലോ എന്നവർ സംശയിക്കില്ലേ, എന്തൊരു അമ്മയാണിതെന്ന് വിചാരിക്കില്ലേ. എൻ്റെ തോട്ട് പ്രോസസ്സ് ഞാൻ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ എനിക്ക് ഒരു മിതമായ രീതിയിലുള്ള ചിലവുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ്, എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ചിലവുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മകൾക്കും കൂടി കുറച്ച് ബാക്കി കരുതി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ ഞാൻ.
അല്ലാതെ കിട്ടുന്നതെല്ലാം ഞാൻ പൊടിക്കും, കിട്ടുന്നതെല്ലാം ഞാൻ പൊടിച്ച് തവിട് പൊടിയാക്കിയിട്ട് ഇവിടുന്ന് പോവുള്ളൂ എന്നൊന്നും ഞാൻ പറയാൻ ആളില്ല. എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ടോ ബാക്കി, അല്ലാതെ ഇങ്ങനെ പൊടിച്ച് അത് തീർക്കാൻ വേണ്ടി പൊട്ടിച്ച് കളയും എന്നൊന്നും ഞാൻ പറയില്ല, പറയാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു വീക്ഷണങ്ങൾ എല്ലാവർക്കും വേറെ വേറെ ആകാം. കാരണം എന്താണെന്നറിയോ, അവർ വന്ന വഴിയിൽ നിന്ന് അവരൊരു ഇത് പഠിച്ചിട്ടുണ്ടാകാം. ശ്വേതാമേനയുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. അതില്ല എന്നറിഞ്ഞതുകൊണ്ട് ഒരേ മകളാണ്, അവരെ എനിക്ക് നോക്കണം, ഞാൻ നോക്കണം എന്നുള്ള ഇതുകൊണ്ട് അവർക്ക് അറിയുന്ന തൊഴിൽ ചെയ്ത് മിസ് ഇന്ത്യ ആയില്ലേ, അവർക്ക് അറിയുന്ന രീതിയിൽ ആ കുട്ടി മിസ് കേരള മിസ് ഇന്ത്യ ആയിരുന്നു, റണ്ണറപ്പായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ സൗന്ദര്യം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിച്ച് മോഡലായി അങ്ങനെയൊക്കെ അവർ പൈസ സമ്പാദിച്ച് അവർ അച്ഛനമ്മയെ നോക്കി. വളരെ നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷേ ഞാനിത് ചെയ്തത് കൊണ്ട് എൻ്റെ മകളും അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതുകൊണ്ടായിരിക്കും അവർക്ക് ഫയർ ഇൻ ദ ബെല്ലി വന്നതേ, ഞാനത് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞ്. ചേടാ, നമ്മുടെ മക്കൾക്ക് കുറച്ചൊരു കംഫർട്ട് കൊടുത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു മീഡിയോക്കറായിട്ട് അവർക്ക് വർക്ക് ചെയ്താൽ പോരെ, നമ്മുടേതും കൂടെ ഉണ്ടെങ്കിൽ. നിങ്ങളെന്ത് പറയുന്നു? ഒന്നും അച്ഛൻ്റെ അമ്മയുടെയും നമ്മൾ തല്ലി പിടിച്ച് പോയി മേടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവർ തന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇൻഹെറിറ്റൻസ്, ഇപ്പോൾ ഒരു മകളൊക്കെ ആണെങ്കിൽ ഇൻഹെറിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ്? അത് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി വെക്കുന്നതിൽ ഇറ്റ്സ് നത്തിങ് റോങ് അല്ലേ? അപ്പോൾ സ്പ്ലേജ് ചെയ്ത് കളയും അല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് കളയും എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ. ഒന്നാമത് ഈ പൈസ സേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുമ്പോഴേ ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. എനിക്ക് ബ്രാൻഡ്സ് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. ബ്രാൻഡ് ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. കാരണം അതിന് 2 റീസൺസ് ഉണ്ട്. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഡ്യൂറബിലിറ്റി കൂടും, എത്രയോ വർഷം വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കണ്ണട റീഡിങ് ഗ്ലാസ് ഇവിടെ പോയി അവിടെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ഞാൻ വെച്ചിരുന്നില്ല. എൻ്റെ റീഡിങ് ഗ്ലാസ് എന്ന് പറയുന്നത് ഞാൻ 2012 വാങ്ങിച്ചാണ്. 2012-13 ആ സമയത്ത്, 13 അല്ലേ, ഒരു മിനിറ്റ് കേട്ടോ, പപ്പ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞ് 2015 വാങ്ങിച്ചാണ്. ഇപ്പം 10 വർഷമായി. ആ കണ്ണട എൻ്റെ പവർ മാറുമ്പോൾ ഞാൻ അത് മാത്രം മാറ്റും, ഗ്ലാസ് മാത്രം മാറ്റും. ലെറ്റ് മീ ടെൽ യു, അത് അന്ന് വാങ്ങിക്കുമ്പോൾ ഇറ്റ് വാസ് 1 lakh rupees കേട്ടോ. കാർട്ടിയർ എന്ന് പറഞ്ഞ കാർട്ടിയർ അങ്ങനെ പറയാവുള്ളൂ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ടു ട്രാവൽ എ ലോട്ട്. ആ സമയത്ത് US-ലും അവിടെയൊക്കെ പോകുന്ന സമയത്ത് നല്ല നല്ല കുട്ടപ്പനായിട്ട് പോകണം എന്നായിരുന്നു. അതായിരുന്നു. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ആൾക്കാർക്ക് തോന്നുള്ളൂ. സോ ഐ യൂസ് ടു സ്പെൻഡ് ഓൺ ദീസ് തിങ്സ്. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ ഈ കണ്ണട അറ്റ്ലീസ്റ്റ് മാക്സിമം അത് ഒടിഞ്ഞു പോകുന്നവരെങ്കിലും ഞാൻ യൂസ് ചെയ്യും, അത് ഞാൻ സൂക്ഷിക്കുകയും ചെയ്യുന്നു. 10 വർഷമായി. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മച്ചിക്കും ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. ഞാനിത് വാങ്ങാൻ പോയപ്പോൾ അമ്മച്ചി ഉണ്ടായിരുന്നു അവിടെ. അമ്മച്ചിയുടെ കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അത് ശരിയാട്ടോ ഞാൻ പറഞ്ഞത്, 2013 ആ സമയത്തായിരിക്കും. അപ്പോൾ കണ്ണടി വാങ്ങിച്ചപ്പോൾ അമ്മയ്ക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പന്ന കണ്ണട ഒന്ന് വാങ്ങിക്കേണ്ട അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ 15,000 rupees ഒരെണ്ണം, റൈബാൻ്റെ പോലത്തെയാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു മോഡൽ നല്ല ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തേ. അമ്മച്ചി സൂക്ഷിക്കൂല, പക്ഷേ അമ്മച്ചിയുടെ അതൊക്കെ പോയി, അതോ ബോറടിച്ചെന്ന് പറഞ്ഞു എന്നോട്. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ ഒടിഞ്ഞു പോയി കാണും, എവിടെയെങ്കിലുമൊക്കെ വെച്ച് ചിലപ്പോൾ അതിലിരിക്കുകയോ അല്ലെങ്കിൽ മറന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഇത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അപ്പോൾ അമ്മച്ചിക്ക് കാർട്ടിയർ അത് നോക്ക് ഇപ്പോൾ മേടിച്ചു കൊടുത്തിരുന്നെങ്കിലും. അതായത് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ, അവരൊക്കെ 10-70 വയസ്സായ സമയത്തല്ലേ, കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കണം എന്നും ഞാൻ പറയാവേ. മക്കൾ വാങ്ങിച്ചു തരാണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ, അല്ലാതെ നമ്മളുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്പ്ലേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഒരു 10-70 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ ഇത്രയും ഈ ബ്രാൻഡ് തന്നെ ഞാൻ മേടിക്കണമെങ്കിൽ ചിലപ്പം 4-5 ലക്ഷം രൂപയായിരിക്കും. ഐ മേ നോട്ട് ബൈ ദാറ്റ് ആ സമയത്ത്. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം ആവശ്യം അനുസരിച്ചായിരിക്കണം നമ്മൾ സ്പ്ലേജ് ചെയ്യേണ്ടതും ചിലവ് ചെയ്യേണ്ടതും. പിന്നെ ഒരു 10-65 വയസ്സൊക്കെ കഴിയുമ്പം ഞാൻ ചിലപ്പം അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒന്നും ടൂറ് പോയെന്നിരിക്കില്ല. അത് ദാറ്റ് ഐ വിൽ ഡു ഓൺലി നൗ അല്ലേ. അപ്പം ചില ആവശ്യങ്ങൾ, അതും ഇപ്പോഴും എനിക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ട്, എനിക്ക് അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുമോ, ഞാൻ ഈ സ്ഥലത്ത് ഇനിയും പോകണമോ എന്നൊക്കെ വിചാരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ഉള്ളവർ ചെയ്യുള്ളൂ. മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ആണെങ്കിലും റിച്ച് തിങ്കിങ് ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്
പറയുന്നത് നമ്മുടെ ചില വാല്യൂസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു ഫെറാറി കണ്ടു കഴിഞ്ഞാൽ അതിനോട് മോഹം തോന്നില്ല. കാരണം നമ്മളുടേത് എന്തായിരിക്കും, നമുക്ക് നമ്മളുടെ അച്ഛനമ്മമാരെ നോക്കാനുള്ള ആരോഗ്യം വേണം, നമ്മുടെ അച്ഛനമ്മമാരെ നോക്കാനുള്ള പണം വേണം, അതിനുള്ള സർക്കംസ്റ്റൻസസ് വേണം, സൗകര്യം വേണം, ഇതെല്ലാം നമ്മൾ നോക്കുക. അപ്പോൾ ഇതെല്ലാം ഈ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം നമ്മൾ ശരിയാക്കി വെക്കാൻ നോക്കേണ്ടത്. നമ്മളുടെ പരിധിക്ക് ഉള്ളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ. യു ഡോണ്ട് ഹാവ് ടു ലുക്ക് അറ്റ് അതേഴ്സ്. അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അയാളുടെ അമ്മയ്ക്ക് 2-3 വേലക്കാരെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അപ്പം നമ്മൾ അങ്ങനെയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരാളാണെങ്കിൽ അവരെ വെച്ച് കൊടുക്കുക, നോക്കാനായിട്ട് അവർക്ക് വേണ്ടുന്ന മരുന്നിനും ഇതിനുമൊക്കെ ഉള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ ഇതിന് കാലിബ്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കേൾക്കുന്നവരത് ചെയ്യണം കേട്ടോ. കാരണം അപ്പം ശ്വേതാ മേനോൻ പറഞ്ഞതിൽ ഒരു കാര്യം അവർ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനും അമ്മയാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, എൻ്റെ ഹസ്ബൻഡിനും, അല്ലാതെ എൻ്റെ മകൾക്കല്ല എന്ന് പറഞ്ഞു. അത് ആ ഒരു ഇത് കുട്ടികളിൽ ചിലപ്പോൾ മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുമ്മാതെ അവളുടെ അടുത്ത് കളിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയേ, മോളെ അച്ഛന് അമ്മയും ഇനിയിപ്പോൾ റിട്ടയർഡൊക്കെ ആയിക്കഴിഞ്ഞാൽ നീ നിൻ്റെ കാര്യം നോക്കണം, നീ എങ്ങനെയാണെന്നൊക്കെ പറയും. നോ നോ നോ, അച്ഛൻ വിൽ ബി ഓൾവേസ് ദെയർ ടു പ്രൊവൈഡ്, അച്ഛൻ തരും എനിക്ക്, അച്ഛൻ എപ്പോഴും ഇങ്ങനെ അങ്ങനെയൊക്കെ അപ്പം ഞാൻ പറയും, അച്ഛൻ ഈസ് ഗോയിങ് ടു പ്രൊവൈഡ് ഫോർ അമ്മ ഓൺലി. അച്ഛൻ ഇനി അമ്മയെ നോക്കിയാൽ മതി, ഇനി നിന്നെ നോക്കണ്ട, നിനക്ക് ഇത്രയും വലുതായില്ലേ, ജോലിയൊക്കെ കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ അവൾ പറയും, അമ്മ ഞാനും അച്ഛനും ഉണ്ട് കേട്ടോ, ഖൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ അവളാണ്. അമ്മയ്ക്ക് അച്ഛനുമായിട്ട് ബ്ലഡ് റിലേഷൻ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ എടുത്തൊക്കെ കളയാം എന്ന് പറയും കേട്ടോ. ഇത് അവൾ കളിയായിട്ട് പറഞ്ഞതാണെങ്കിലും ആ ഒരു ഇത് ഒരു ഐ ഓപ്പണർ അല്ലേ. ആലോചിച്ച് നോക്ക്, മമ്മൂക്ക പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കളയാവുന്ന ഒരു റിലേഷനുള്ള ഒരു ഭാര്യയാണ് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന്, അല്ലേ? ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആ സ്ത്രീ അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവരെ ഇങ്ങനെ എടുത്ത് കളയുന്ന മഹാന്മാരെ കണ്ടിട്ടില്ലേ? അവർക്ക് എന്ത് എന്താ പറയുക, എന്ത് റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്കൊരു 10-60 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പണമായെന്ന് വിചാരിച്ചോ. ഈ വളരെ കഷ്ടപ്പെട്ട് അവരുടെ കൂടെ നിന്ന് ഭാര്യയൊക്കെ തഴഞ്ഞിട്ട് തൻ്റെ പകുതി വയസ്സുള്ള സ്ത്രീകളെ, ഇയാൾക്ക് പണമുണ്ട്, അപ്പോൾ ആ സ്ത്രീക്കാണെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള രീതിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആ സ്ത്രീ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, 10-30 വയസ്സുള്ളൂ. അപ്പോൾ ഉടനെ ഈ 60 വയസ്സുകാരനെ കല്യാണം കഴിക്കാൻ അവർ റെഡിയാകുന്നുണ്ട്. അപ്പോൾ എന്താകും? അപ്പം ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ. വെൽത്ത് ഉണ്ടാക്കി വെക്കുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് 2 പേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും ഈക്വൽ റൈറ്റ്സ് ഉള്ള പോലത്തെ കാര്യങ്ങൾ, പ്രോപ്പർട്ടി ആണെങ്കിലും ബാങ്ക് ബാലൻസ് ആണെങ്കിലും ഈക്വൽ റൈറ്റ്സ് ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാക്കി വെച്ചിരിക്കണം. അത് എപ്പോഴും അന്യോന്യം ഒരു കൺട്രോളിലും ഡിസ്കഷനിലും വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടേ. ഒരു ബുക്കിനകത്ത് വായിച്ചാണ് ഒരാളിങ്ങനെ ഈ ഭയങ്കര ലോ ആയിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ക്ലാസ്സസ് എടുക്കാൻ പോയി. ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ഇങ്ങനെ വർക്കേഴ്സൊക്കെ താമസിക്കുന്നിടത്ത്, അമേരിക്കയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അയാൾ ബാങ്കിൽ ജോലിയാണ്. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ദിവസം എത്ര രൂപ ഡോളർ കിട്ടും? അപ്പോൾ അവരെന്തോ പറഞ്ഞു, അവർക്കെന്തോ വളരെ ചെറിയ ഡോളർ എമൗണ്ട് എങ്ങാണ്ട് പറഞ്ഞു, $50 എന്തോ പറഞ്ഞു, വളരെ ചുരുക്കം എമൗണ്ടുള്ളൂ. അതിൽ നിന്ന് ഒരു $5 നിങ്ങൾ മാറ്റി വെക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു അതെന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് കുറേ പിള്ളേരുമൊക്കെ ഉണ്ട് കേട്ടോ, ബ്ലാക്ക് അമേരിക്കനാണ്. അപ്പോൾ അവർക്ക് 5 മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ആ $5 നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് നാളെ ഒരു 10-25 കൊല്ലം കഴിയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവും എന്നൊക്കെ കണക്കിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, വാട്ട് ആർ യു ടോക്കിംഗ് മാൻ എന്ന് ചോദിച്ചു കേട്ടോ. അവരങ്ങനെയല്ലേ ഇങ്ങനെ, വാട്ട് ആർ യു ടോക്കിംഗ് മെയ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യു ടോക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ചിരിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യൻ ചിരിച്ചിട്ട് പറയാണ്, ഞങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയണത് ഈ 24 മണിക്കൂർ നേരേ ഉള്ളൂ. ഈ 24 മണിക്കൂറും നേരത്തിൽ ഞങ്ങൾ ഈ 5 മക്കൾക്കും ഫുഡ് കൊടുക്കാൻ പാത്രത്തിൽ ഫുഡുണ്ടോ എന്ന് മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ ചിലർക്ക് അതായിരിക്കാം അവരുടെ പ്രയോറിറ്റി അല്ലേ. അവർക്ക് നാളെ എന്ന് പറയുന്നത് അവർക്ക് അറിയില്ല. അവരുടെ മക്കളുടെ വയറ് നിറയ്ക്കാനാണ് അവർ കഷ്ടപ്പെട്ട് എന്തോ സാനിറ്ററി വർക്കറോ അങ്ങനെ ഏതാണ്ടാണ് അതൊക്കെ, അതായത് ഈ ഓടയൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത്രേ കിട്ടുള്ളൂ. സോ അപ്പോഴും ദേ ആർ നോട്ട് റെഡി ടു എലിവേറ്റ്, അല്ലെങ്കിൽ അവർ ആ $5 പോലും മാറ്റി വെക്കാൻ തയ്യാറാകുന്നില്ലെന്ന്.
ഇതൊക്കെ ഒരു ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റുമാണ് അല്ലേ. അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ആലോചിക്കുമ്പോൾ ആ പിള്ളേരുടെ വിശപ്പ് മാറ്റിയിട്ട് വേണ്ടേ എടുത്തു വെക്കാനായിട്ടെന്ന് ചിലർ ചിന്തിച്ചേക്കാം. അതുപോലെ ശ്വേത പറഞ്ഞതുപോലെ മക്കൾ പഠിച്ച് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കട്ടെ, ഞാൻ ഉണ്ടാക്കിയില്ലേ എന്ന് ചിന്തിക്കുന്നത് അവരുടെ രീതി. പക്ഷെ അത് കേട്ടിട്ട് നമ്മളത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മളുടെ അച്ഛനമ്മമാർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ അതിന് നമ്മളുടെ മക്കൾക്ക് നമ്മളുടെ വിയർപ്പിൻ്റെ അംശം ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾക്ക് ബാക്കി വെച്ചാൽ അവർക്കതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവുമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു 50,000 രൂപ പൈസ ഉള്ളവരാണ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സ്വഭാവമുണ്ട്, അവർക്ക് 5,000 രൂപ വെച്ച് മാറ്റി വെക്കുന്ന സ്വഭാവമുണ്ട്. പിന്നെ അവരുടെ അടുത്ത വർഷം അവർക്ക് 10,000 രൂപ ഇൻക്രിമെൻറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ ആ 50,000 രൂപയിൽ തന്നെ ജീവിക്കുകയും വേണം. ഈ 5,000 മാറ്റി വെക്കുന്നിടത്ത് 15,000 മാറ്റി വെക്കണം. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു അനുബന്ധമായിട്ട് ഞാൻ ഈ ഫിനാൻഷ്യൽ ടോപ്പിക്ക് എടുത്തു എന്നേ ഉള്ളൂ. ബിക്കോസ് അതെല്ലാവർക്കും പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാനും ഇഷ്ടമുള്ള കാര്യം ആണോ എന്ന് ചോദിച്ചാൽ ചിലർക്കത് കേൾക്കുന്നത് ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയാവോ, അങ്ങേയറ്റം മുട്ടിക്കാൻ നടക്കുന്നവർക്ക് വേസ്റ്റാണ് നമ്മൾ ഈ പറയുന്ന കാര്യം അല്ലേ. അവർക്ക് 50,000 രൂപയിൽ 15,000 രൂപ അച്ഛനും അമ്മയ്ക്കും ചിലവിന് കൊടുക്കണമായിരിക്കും, വേറെ ഒന്നും ഇല്ലായിരിക്കും അവർക്ക് ആ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ കൊടുത്തേ പറ്റൂ. പിന്നെ ഈ ബാക്കിയുള്ളത് 35 കൊണ്ട് റെൻറ്റഡ് ഹൗസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിനൊരു 15 പോകും. ഒരു ഡീസൻറ്റ് ലൊക്കാലിറ്റിയിൽ മെഡ്രാസിൽ ബാംഗ്ലൂരിലൊക്കെ ചെറിയൊരു വീടിന് അത്രയാവും. ഒരു 1 BHK ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വളരെ റിമോട്ട് ഏരിയയിലൊക്കെ പോകേണ്ടി വരും. ഇത് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പിന്നെ അപ്പോൾ തീർന്നില്ലേ 20,000 രൂപ കൊണ്ട് അവർ ട്രപ്പീസ് കളിക്കണം അല്ലേ. കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യണം? എലിവേറ്റ് യുവർ ഏർണിംഗ് കപ്പാസിറ്റി. ഹസ്ബൻഡിന് പറ്റിയില്ലെങ്കിൽ വൈഫും കൂടെ ജോലി ചെയ്തേ പറ്റുള്ളൂ. വൈഫ് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഒരു 50,000 40,000 ഒക്കെ കിട്ടുന്ന ജോലിയാണെങ്കിൽ ഒരു 15,000 രൂപ വെച്ച് ഒരു മെയ്ഡിനെ വെക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ ഒരു ക്രഷിൽ കുട്ടീനെ വെക്കുന്നതിൽ തെറ്റില്ല, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. ഇതൊക്കെയാണ് എന്താ പറയുക, ഓരോരുത്തരുടെ സർക്കംസ്റ്റൻസസ് അനുസരിച്ച് ഡു യുവർ മാത്ത് കേട്ടോ. ഒരു സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല ഹൗ ടു ബിക്കം റിച്ച് എന്ന് ഓരോരുത്തരോടും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹൗ ടു ക്രിയേറ്റ് വെൽത്ത് എന്ന് ഓരോരുത്തരോടും പറയാൻ പറ്റില്ല. ബിക്കോസ് സ്പ്രെഡ്ഷീറ്റ് പോലെയല്ല ജീവിതം പോകുന്നത്. എൻ്റെ ഹാപ്പിനെസ്, അതായത് എൻ്റെ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന ഹാപ്പിനെസ് ആയിരിക്കില്ല നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഹാപ്പിനെസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കണ്ണാടി വാങ്ങിച്ചു, ഞാനത് വെച്ച് തന്നെ ചെയ്തു. പിന്നെ ഒരു നല്ല ഇതേപോലെ തന്നെ ഒരു ഷെയ്ഡ്സ് കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു, അതും ഇതേപോലെയൊക്കെ തന്നെ 5-6 വർഷമൊക്കെ ഉപയോഗിക്കും. ഫോർ മീ ഡ്യൂറബിലിറ്റിയാണ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർക്ക് റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ആയിരുന്നു കേട്ടോ ബ്രാൻഡ്സ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ അറ്റൻഷൻ ആവശ്യമായിരുന്നല്ലോ. ഇന്ന് ആവശ്യമില്ല എന്നല്ല, ഇന്ന് ഉള്ള അറ്റൻഷൻ ഇതല്ല, ബ്രാൻഡ് ഉപയോഗിക്കുന്നത് വഴിയോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന അറ്റൻഷൻ. അന്നതായിരുന്നു. യൂത്തിന് അങ്ങനെയാണ്. യൂത്തിന് ബോധമില്ലാത്ത സമയത്ത് അവർ ഫെറാറി കാർ ഓടിച്ച് ഭയങ്കര എന്ന് പറയുന്ന ബൈക്കും ഒക്കെ മേടിച്ച്, എന്തൊക്കെ ബൈക്ക് തന്നെ അല്ലേ, അതൊക്കെ വാങ്ങിച്ച് അതിൻ്റെ പൈസ അത്രയും BMW ബൈക്ക് വരെയുണ്ട്, അതൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെ അവർ ഷോ ഓഫ് ചെയ്യണ ആൾക്കാരും ഉണ്ടാകും. പക്ഷെ അവർക്ക് അതായിരിക്കാം വെൽത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതായിരിക്കാം അവർ ഐ എം റിച്ച് എന്ന് പറഞ്ഞിട്ട് ദേ ജസ്റ്റ് വോണ്ട് ടു ഷൗട്ട് ഇറ്റ് ടു ദ വേൾഡ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ പുവറായിരുന്നത് കൊണ്ട് അവർ ഷൻ ചെയ്തിട്ടുണ്ടാവും വേൾഡ്. മാറിക്കട പോടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവേ പണ്ട്. സോ അതൊക്കെ ആ ഇൻസൾട്ട് അനുഭവിച്ച ആൾക്കാർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ. അരവിന്ദ് ഒരു കഥ പറയേ ഇൻസൾട്ടിൻ്റെ. അരവിന്ദ് എപ്പോഴും സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്താണ് മാവലിക്കരിക്ക് വരിക. ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ബിടെക് കഴിഞ്ഞിട്ട് ചുമ്മാതിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഒരു കോഴ്സ് ചെയ്യാൻ പോയി. അപ്പോൾ ദിവസവും രാവിലെ കുട്ടപ്പനായിട്ട് പോകും. 7:15 ട്രെയിനിൽ അവിടെ നിന്ന് കയറും. മദ്രാസ് എറണാകുളത്തേക്ക് പോകുന്ന ഏതാണ് ഷൊർണൂർ പാസഞ്ചർ ഏതോ ഒരെണ്ണത്തിൽ കയറിയിട്ട് അവിടെ ഇറങ്ങും. അത് കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഐ തിങ്ക് അവിടെ തന്നെ ഏതോ ഒരു ഹോട്ടലിൽ കഴിക്കുന്നോണം. വിശപ്പ് താങ്ങാൻ പറ്റില്ല ആശാന്, പപ്പ കാശ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെ ചുരുക്കത്തിൽ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ട്രെയിൻ വരാനായിട്ട് സമയമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ മാഗസിൻസിലെ ബുക്ക് സ്റ്റാൻഡ് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം വായിക്കും അത്ര. ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സ്പോർട്സ് സ്റ്റാറൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ആ മാഗസിൻകാരൻ കുറേ നേരമൊക്കെ സഹിച്ചൊക്കെ നോക്കൂട്ടോ. അത് കഴിഞ്ഞില്ലേ
അതങ്ങ് മേടിച്ച് അവിടെ ഇങ്ങോട്ട് പോടാന്ന് പറഞ്ഞെന്ന് ആരെന്ന് പറയാണ്, എന്നും മറക്കാൻ പറ്റുന്നില്ല, ഇതൊരു ഇൻസൾട്ടാണ് അതൊക്കെ. അപ്പോൾ ശരിയാണ്, അത് അയാളുടെ കച്ചവടമല്ലേ, മുഴുവൻ നിന്ന് അവിടെ നിന്ന് വായിക്കാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതെ, പക്ഷേ ഒരാളെ ഇങ്ങനെ ഓടിച്ചു വിടുകയാണ്, മനസ്സിലായില്ലേ, പോടാ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അത് ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തന്നെ സ്പോർട്സ് സ്റ്റാർ എപ്പോഴും മേടിക്കുമായിരുന്നു, സ്പോർട്സ് സ്റ്റാർ വരുത്തുമായിരുന്നു, ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി വരുത്തുമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ കണ്ട മാഗസിൻസ് എല്ലാം ഞാൻ മേടിക്കും, ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ എല്ലാ മാഗസിൻസും ഞാൻ വാങ്ങിക്കും. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് ഇഷ്ടം പോലെ പൈസയാണ് അതിന് പോകുന്നത് കേട്ടോ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ 1000 രൂപയെ കൂടുതൽ പോകാറുണ്ട്. അതേപോലെ തന്നെ കാസറ്റ് CDs, അന്ന് കാസറ്റ് കഴിഞ്ഞ് കുറച്ച് CD ഒക്കെ ആകാൻ തുടങ്ങിയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. സോ അതും ഒരു പൈസ ഇങ്ങനെ സ്പ്ലർജ് ചെയ്യണതല്ലേ. പക്ഷെ അത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആ ഒരു ഇൻസൾട്ടിൻ്റെ ഓർമ്മയിൽ അല്ലേ. അതേപോലെ 4 പേപ്പർ വരുത്തുമായിരുന്നു ഞാൻ വീട്ടിൽ കേട്ടോ. ഒന്ന് ഹിന്ദു, ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസ്, ഒന്ന് വന്നിട്ട് ദിനത്തന്തി, പിന്നെ മലയാള മനോരമ ഓർ മാതൃഭൂമി. അത് അവന് ഇഷ്ടമുള്ളത് ഇട്ടിട്ട് പോകും മദ്രാസിൽ. അപ്പോൾ ഉള്ളതനുസരിച്ച് ഇടും. അപ്പം അത് ഈ 4 ഉണ്ടാവും. പിന്നെ വേറൊരെണ്ണോടെ വരുത്തുമായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ, ഇക്കണോമിക് ടൈംസ്. അതാണ് ഇക്കണോമിക് ടൈംസ് ആണ് ഈ പറഞ്ഞ ഫിനാൻസ് അറിയാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഒരു കോളം ഉണ്ടാകും. ആ കോളം ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. ഹൗ ടു ബിൽഡ് വെൽത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ അതിൽ പറയുന്നത്. സോ ദിസ് ഈസ് ദ വേ ഐ ഗെയിൻഡ് മൈ ലിറ്റിൽ ബിറ്റ് ഓഫ് നോളജ് കേട്ടോ എബൌട്ട് എവ്രിതിങ്. എല്ലാം കുറേശ്ശെ അറിയാമെന്നല്ലാണ്ട് എല്ലാത്തിലും വലിയ മാസ്റ്റർ ഒന്നുമല്ല. ബട്ട് ഐ തിങ്ക് യു ക്യാൻ ഫോളോ എ പാറ്റേൺ ഓഫ് യോഴ്സ്. ആരും പറയുന്ന കേട്ട് നിങ്ങൾ അതുവഴി നിങ്ങൾ ചെയ്യണ്ട. ഇതിൽ നിന്നൊക്കെ കൂടി നിങ്ങൾക്ക് നല്ലത് കിട്ടുന്നത് നിങ്ങൾ പിന്നെ അതേപോലെ തന്നെ പൈസ കളയണ വേറൊരു പരിപാടിയാണ് ഹൗ ടു ബിക്കം വെൽത്തി ഇൻ 7 days. ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാണും കേട്ടോ. വെളിച്ചം കുറഞ്ഞു പോയല്ലോ, എന്താണോ? ശരി. ഹൗ ടു ബിക്കം വെൽത്തി എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ വെട്ടം കുറഞ്ഞു ഇല്ലേ, ചെറിയ പോഡ്കാസ്റ്റ് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇടില്ലേ ആൾക്കാർ. അതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഞാൻ വെളിച്ചത്തിലേക്ക് പോവാണ്. കാരണം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല വീഡിയോ കാണാൻ. അപ്പോൾ അങ്ങനെ ഉള്ള ഈ പോഡ്കാസ്റ്റുകളൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് ആ പറഞ്ഞ ആൾക്കാരുടെ ഇതൊന്നും വാങ്ങിക്കരുത് കേട്ടോ. ഹൗ ടു ബിക്കം വെൽത്തി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സസൊക്കെ ഇല്ലേ, അതൊക്കെ മേടിച്ചാൽ ഞാൻ പറയട്ടെ, അങ്ങനെ ആരാ വെൽത്തി ആവാന്ന് പറയട്ടെ, ആ കോഴ്സ് നടത്തുന്ന ആൾ വെൽത്തി ആവും. അല്ലാതെ കണ്ട് അവർ പറയുന്ന ഈ 2 ആഴ്ച കൊണ്ട് 7 days കൊണ്ടൊക്കെ വെൽത്തി ആകാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ വെൽത്തി ടിപ്സ് ആർക്കെങ്കിലും തരാൻ പറ്റുമോ? അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, അവരതിനാണ് ആ കോഴ്സൊക്കെ ഉണ്ടാക്കുന്നതും നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കുന്നതും. നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ യു ബൈ ബുക്കുകൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ മലയാളത്തിലുള്ള ബുക്കുകൾ ഉണ്ടാവുമല്ലോ, അത് നിങ്ങളുടെ വീട്ടിൽ അസറ്റായിട്ട് ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഇവരുടെ ഈ കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് നാളെ പണക്കാരാകാൻ പറ്റും, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വർക്കൗട്ട് ആകുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. അതേസമയം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സിന് പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ യു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ്. അതൊന്നും വേസ്റ്റ് അല്ല. അല്ലാതെ കാശ് ഉണ്ടാക്കാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സസ് ഒന്നും ചെയ്യേണ്ട. മൈൻഡ് സെറ്റ് മാറ്റണം, കറക്റ്റ്. അതിന് മൈൻഡ് സെറ്റ് മാറ്റിയാൽ പോരെ. നിങ്ങൾ തന്നെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് എടുത്താൽ പോരെ. നിങ്ങൾ ആ കോഴ്സിന് പോയിട്ട് അവർക്ക് കാശ് കൊടുത്തിട്ട് അവർ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ കേൾക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒരാൾ പറയുകയാണ്, ഞാനിങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് 10 കൊല്ലം മുമ്പ് അവരത് അങ്ങനെ തന്നെ ചെയ്യാതിരുന്നത്? സോ മൈ ഫോർമുല ഈസ് ജസ്റ്റ് ലിസൺ ടു പീപ്പിൾ ഹു ആർ റിയലി സക്സസ്ഫുൾ. അങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പോൾ കോഴ്സസൊക്കെ പഠിക്കണമെങ്കിലൊക്കെ അല്ല, പോഡ്കാസ്റ്റ് നിങ്ങൾ അവരുടെയൊക്കെ ഫ്രീ ആയിട്ടുള്ളതൊക്കെ കേട്ടുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. അതിൽ 2000 രൂപയിലേ ഉള്ളൂ, 1000 രൂപയിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ആ പണമില്ലേ, അതിന് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കൂ. കാരണം നിങ്ങളുടെ ബ്രെയിൻ തന്നെത്താൻ ഈ ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ബ്രെയിനിൽ തനിയെ ആ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഇമേജ് ഉണ്ടാവുകയാണ്. അവർ പറഞ്ഞു തരുമ്പോൾ അവരുടെ ലൈഫിൻ്റെ സ്റ്റോറിയും പറയും. കുറേ സമയം വേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ, സക്സസ് സ്റ്റോറീസൊക്കെ കേൾക്കണം, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഫോർ ടു
ഫോർ യു ടു ബ്ലൈൻഡ്ലി ഫോളോ ദം. അല്ലേ? സക്സസ് സ്റ്റോറീസ് കേൾക്കുന്നത് നല്ലതാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടായി, ശരി, നല്ലത് കേൾക്കാം, നമുക്കും അങ്ങനെ ആവണം. നമ്മൾ അങ്ങനെ ആവണമെങ്കിൽ അവരുടെ അതേ പാത്തല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ലൈഫിൻ്റെ ഗോള് വ്യത്യാസമായിരിക്കും, ഹാപ്പിനെസ് ലെവല് ഉണ്ടാക്കുന്നതിന് വ്യത്യാസമായിരിക്കും. എൻ്റെ ഹാപ്പിനെസ് ആയിരിക്കില്ല നിങ്ങളുടേത്. ഇപ്പോൾ ശ്വേത പറഞ്ഞ പോലെ അവർ പണിയെടുത്ത് മുഴുവൻ അവർ ചിലവാക്കുന്നതാണ് അവരുടെ ഹാപ്പിനെസ്. ഷീ ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു കീപ്പ് എനിത്തിങ് ഫോർ ഹർ ചൈൽഡ് ബിക്കോസ് എ ചൈൽഡ് വിൽ ബിക്കം ക്രിപ്പിൾഡ് എന്ന് പറഞ്ഞു. അതുപോലെയല്ല എൻ്റേത്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോ, ഐ വോണ്ട് ടു ഗീവ് സം ടു മൈ ഡോട്ടർ സോ ദാറ്റ് ലെറ്റ് മീ ജസ്റ്റ് കർബ് മൈ എക്സ്പെൻസസ് റൈറ്റ് നൗ സോ ദാറ്റ് ഐ ക്യാൻ ഗീവ് സംതിങ് ടു മൈ ഡോട്ടർ സോ ദാറ്റ് ഷീ ഓൾസോ വിൽ ഹാവ് എ കംഫർട്ടബിൾ ലൈഫ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സോ അതാണ് എൻ്റെ ഹാപ്പിനെസ്. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ ചൂസ് ചെയ്യൂ. കുട്ടി കുട്ടി കോഴ്സുകൾ 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് അത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് പോസിബിൾ. അത് നിങ്ങളെ വെൽത്തി ആക്കും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. ഞാനതേ പറയുള്ളൂ. ബൈ ബുക്സ് ആൻഡ് റീഡ്. എന്തുമാത്രം ബുക്സ് ഉണ്ട്. അപ്പോൾ അവർ അവിടെ ഇവിടെയൊക്കെ വായിച്ചും അറിഞ്ഞതൊക്കെ ആയിരിക്കുമല്ലേ അവർ പറയണത്. ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത്, ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനെയാണെന്ന് പറയും എല്ലാവരും. പക്ഷെ അത് പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് 10 പൈസയുടെ കാശ് പോകുന്നില്ല. എന്തെങ്കിലും 20 മിനിറ്റ് എന്നെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ടേക്ക് അവേ എടുത്തിട്ടാണ് പോണേ. മറ്റവർ ഇവിടെ വരൂ, അത് ചെയ്യൂ. ഒന്നാമത് ഇൻ്റർനെറ്റിൽ ഉള്ള അതും അവർക്ക് കിട്ടുന്നുണ്ട് പൈസ. അത് കഴിഞ്ഞിട്ട് ഈ കോഴ്സിൽ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ അത് ചെയ്തിട്ട് ഐ ഡോണ്ട് നോ ഇഫ് ദേ ഹാവ് ബിക്കം റിച്ച്. നിങ്ങൾ തന്നെ വിചാരിക്കണം. അത് അവർ ചിലപ്പോൾ ഇങ്ങനെ നോണ്ടി തരണുണ്ടാവും. അതിനിപ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ പോരെ, കാശ് കൊടുത്ത് കോഴ്സിന് പോകണം. എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത്. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്, ബട്ട് സ്റ്റിൽ വെൻ ഐ ടോക്ക് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു. അങ്ങനത്തെ കോഴ്സസ് ചെയ്തിട്ട് പണക്കാരാവുകയാണെങ്കിൽ അവർക്ക് പണ്ടേ പണക്കാരാവായിരുന്നില്ലേ? നിങ്ങൾക്ക് കോഴ്സ് വിറ്റിട്ടാണ് അവർ പണക്കാരാകുന്നത്. ശരിയല്ലേ? ചിന്തിക്കൂ കൂട്ടരെ. ഓക്കെ ദെൻ, സീ യു ടുമോറോ. ബൈ.